ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇപ്പോൾ ഇത് കാണുമ്പോൾ തന്നെ നിങ്ങൾ തമ്പനയിൽ കണ്ടിട്ടുണ്ടാവും. നമ്മളിന്ന് വളത്തിനെ കുറിച്ചിട്ടാണ്, നമ്മൾ ഈ നഴ്സറികളിലൊക്കെ ഉപയോഗിക്കുന്ന വളത്തിനെ കുറിച്ചിട്ട് വളരെ കുറച്ച് കാര്യങ്ങൾ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു. നമുക്കറിയുന്ന കാര്യങ്ങളൊക്കെ. അപ്പോൾ നിങ്ങൾ മിക്കപ്പോഴും നഴ്സറികളിലൊക്കെ പോകുമ്പോൾ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും നല്ല ഹെൽത്തി ആയിട്ട്, അതേപോലെ തന്നെ ഇതേപോലെയൊക്കെ ഫ്ലവർ ചെയ്ത് പ്ലാന്റുകളൊക്കെ നിൽക്കുന്നത് കണ്ടിട്ടുണ്ടാവും. അപ്പോൾ എന്താണ്, നമ്മൾ വീട്ടിൽ വെച്ച് കഴിഞ്ഞാൽ ഒരുപക്ഷെ ഇത്ര ഹെൽത്തി ആയിരിക്കില്ല, അല്ലെങ്കിൽ ഇതേപോലെ ചെറിയ പോട്ടിലാണെങ്കിലും വളരെ ഹെൽത്തി ആയിട്ട് നല്ല ബുഷായിട്ട് വരുന്നതൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. നമ്മൾ വീട്ടിൽ വെച്ചാൽ ചിലപ്പോൾ ഇതേപോലെ ഒന്നും വരാറില്ല. അപ്പോൾ അതിൻ്റെ കാരണം എന്താണ്, അവർ ഉപയോഗിക്കുന്ന മരുന്നുകൾ ഏതൊക്കെയാണെന്നൊക്കെ നമ്മളതിന് മുൻപ് ചെയ്തിട്ടുണ്ടായിരുന്നു വീഡിയോ. പക്ഷേ അതിൽ കുറച്ച് കാര്യങ്ങളോട് ആഡ് ചെയ്തിട്ടാണ് നമ്മൾ ഈ ഒരു വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു അഗ്ലോണിമയെ കണ്ടില്ല ഇത്ര ഹെൽത്തി ആയിട്ടാണ് നിൽക്കുന്നത് എന്നുള്ളത്. അപ്പോൾ അതിലിടുന്ന വളങ്ങളും അതിനെക്കുറിച്ചുള്ള ചെറിയൊരു വീഡിയോ ആണ്. തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇന്നത്തെ ഒരു വീഡിയോ ഇഷ്ടപ്പെടുന്നു വിചാരിക്കുന്നു. നിങ്ങളെല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. ഈ ചെടികൾ ഇഷ്ടപ്പെടുന്നവർക്കൊക്കെ എല്ലാവർക്കും ഒരു ഉപകാരപ്രദമായിട്ടുള്ളൊരു വീഡിയോ ആയിരിക്കും വിചാരിക്കുന്നു. അപ്പോൾ എല്ലാവർക്കും ഒരിക്കൽ കൂടി നമ്മുടെ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ ഈ ഒരു കാണിച്ചിരിക്കുന്ന 5 വളങ്ങളെ കുറിച്ചിട്ടാണ് പറയുന്നത്. അപ്പോൾ നമ്മളിവിടെ NPKയുടെ 2 വളങ്ങൾ, NPK 13, 40, 13, അതേപോലെ തന്നെ 19, 19, 19. ഇത് നമ്മൾ ഒരുപാട് വട്ടം മുൻപ് കാണിച്ചിട്ടുള്ള ഒരു വളമാണ് 19, 19, 19. NPK നമുക്ക് റേഷ്യോ തുല്യമായിട്ട് വരുന്ന ഒന്നാണ്. അതുമാത്രമല്ല ഇത് വാട്ടർ സോലുബിൾ ആയിട്ടുള്ള ഒരു ഫെർട്ടിലൈസറാണ് വരുന്നത്. അപ്പോൾ ആദ്യം ഇതിനെക്കുറിച്ച് പറയാം. നമ്മൾ ചെടികൾക്ക് നല്ല വളർച്ച അതേപോലെ തന്നെ ഫ്ലവറും കാര്യങ്ങളൊക്കെ ഉണ്ടാവാൻ വേണ്ടിയിട്ട് നമ്മൾ വാട്ടർ സൊല്യൂബിൾ ആയിട്ട് ഉപയോഗിക്കുന്ന ഒരു ഫെർട്ടിലൈസറാണ് ഈ 19, 19, 19. ഈ 19, 19 2 രീതിയിലുണ്ട്. നമുക്ക് വാട്ടർ സൊല്യൂബിൾ അല്ലാത്തതും അതേപോലെ തന്നെ ഇതേപോലെ വാട്ടർ സൊല്യൂബിൾ ആയിട്ടുള്ളതും. നമ്മൾ കൂടുതൽ ഉപയോഗിക്കുന്നത് വാട്ടർ സൊല്യൂബിൾ ആയിട്ടുള്ള ഇത് മിക്സ് ചെയ്തിട്ട് നമുക്ക് ചെടികൾക്കൊക്കെ സ്പ്രേ ചെയ്ത് കൊടുക്കാൻ പറ്റുന്ന നല്ലൊരു വളമാണ് ഈ ഒരു ഓൾ 19 എന്ന് പറയുന്ന വളം. അപ്പോൾ ഇതിൻ്റെ റേഷ്യോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് 4 ഗ്രാം 1 ലിറ്റർ വെള്ളത്തിലാണ്. ഇതേപോലെ ഇപ്പം ഞാൻ കാണിച്ചു തരാം. ഇത് ഞാൻ എടുത്തിരിക്കുന്നത് 4 ഗ്രാമാണ്. 4 ഗ്രാം 1 ലിറ്റർ വെള്ളത്തിലേക്കുള്ള ഇതാണ് കാണിച്ചിരിക്കുന്നത്. ഞാൻ എന്തായാലും ഇത് മിക്സ് ചെയ്തിട്ട് ഇതെങ്ങനെ സ്പ്രേ ചെയ്യുന്നതെന്നുള്ളത് കാണിച്ചു തരാം. അത് ഞാൻ ഇതിനെക്കുറിച്ചൊന്ന് പറയാം. പിന്നെ അതേപോലെ തന്നെ രണ്ടാമത് വരുന്നത് നമുക്ക് ഈ ഒരു ഫെർട്ടിലൈസറാണ്. നമുക്ക് 13, 40, 13. അപ്പോൾ ഇതും തമ്മിലുള്ള വ്യത്യാസം നിങ്ങൾക്ക് ഈ ഒരു റേഷ്യോ പറയുമ്പോൾ തന്നെ അറിയാം. ഇത് 19, 19, 19 ആണ്. ഇത് 13, 40, 13 ആണ്. ഇതിൽ നമുക്ക് ഫോസ്ഫേറ്റ് കൂടുതലായിട്ട് അടങ്ങിയിരിക്കുന്ന ഒരു ഫെർട്ടിലൈസറാണ്. ഇതും വാട്ടർ സോലുബിൾ ആയിട്ടുള്ള തന്നെയാണ്. നമുക്ക് ചെടികളിൽ നിറച്ച് പൂ വരാൻ, ഇതേപോലെ നമുക്ക് നന്നായിട്ട് പൂ വരാനൊക്കെ നമുക്ക് ഈ ഒരു ഫെർട്ടിലൈസർ ഉപയോഗിക്കുന്നതാണ് നല്ലത്. ചെടികൾ നന്നായിട്ട് ഫ്ലവർ ഇടാൻ 2 രീതിയിൽ ഉപയോഗിക്കാം. ഇത് നമുക്ക് വെള്ളത്തിൽ സൊല്യൂബിൾ ചെയ്തുകൊണ്ട് ഒഴിച്ചു കൊടുക്കാനോ അല്ലെങ്കിൽ സ്പ്രേ ചെയ്ത് കൊടുക്കാനൊക്കെ പറ്റും. അതാണ് നമുക്ക് ഈ ഒരു ഫെർട്ടിലൈസർ ഉപയോഗിക്കുന്നത്. നന്നായിട്ട് ഫ്ലവർ ഉണ്ടാവാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ഒരു ഫെർട്ടിലൈസറാണ് ഈ 13, 40, 13. നമുക്ക് സാധാരണ വളപ്പീടികളിലൊക്കെ വാങ്ങാൻ കിട്ടുന്ന ഒന്നാണ്. ഇതിന് ഏകദേശം വരുന്നത് 118 രൂപയാണ്. പിന്നെ അതേപോലെ തന്നെ ഈ ഒരു ഫെർട്ടിലൈസർ നമുക്ക് 19, 19 വരുന്നത് 112 രൂപയാണ്. ഇതിനേക്കാൾ കുറഞ്ഞിട്ടുള്ള NPK അല്ല 19, 19 നമുക്ക് മാർക്കറ്റിൽ അവൈലബിൾ ആണ്. പക്ഷേ ഇത് വാട്ടർ സോലുബിൾ പിന്നെ ഫസ്റ്റ് ക്വാളിറ്റി ആയതുകൊണ്ടാണ് ഈ ഒരു റേറ്റ് വരുന്നത്. അപ്പോൾ നമ്മൾ ഫ്ലവർ ചെയ്യാനുള്ള പ്ലാന്റിനൊക്കെ ഇത് സ്പ്രേ ചെയ്ത് കൊടുക്കുന്നത്. ഇതും അതേപോലെ തന്നെ 3 ഗ്രാം 1 ലിറ്റർ വെള്ളത്തിൽ നമുക്ക് ലയിപ്പിച്ചിട്ട് ഒഴിച്ചു കൊടുക്കുക അല്ലെങ്കിൽ സ്പ്രേ ചെയ്ത് കൊടുക്കാവുന്നതാണ്. പിന്നെ അതേപോലെ അടുത്തത് വരുന്നത് DAP ആണ്. ഡൈഅമോണിയം ഫോസ്ഫേറ്റ് ആണ് വരുന്നത്. നമുക്ക് ചെടികൾ ഫ്ലവറിങ് പ്ലാന്റ്സിന് നമുക്ക് ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന ഒരു പിന്നെ ഫെർട്ടിലൈസറാണ് ഈ ഒരു DAP എന്ന് പറയുന്നത്. നല്ല അടിപൊളി റിസൾട്ടാണ് വരുന്നത് നമുക്ക് ഇത് ഇട്ട് കൊടുത്താൽ തന്നെ. ഇത് ചെടികൾക്ക് സാധാരണയായിട്ട് എങ്ങനെ ഇടുന്നത് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഫ്ലവർ ചെയ്യുന്ന പ്ലാന്റുകൾക്കാണ് നമ്മളിത് കാര്യമായിട്ട് ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ ഫ്ലവർ ചെയ്യുന്ന നന്നായിട്ട് ഫ്ലവർ ചെയ്യാൻ വേണ്ടിയിട്ട് ഇപ്പോൾ നമ്മൾ ഇങ്ങനത്തെ ഒരു പ്ലാന്റിലാണെങ്കിൽ ഇതിൻ്റെ ഒരു 5 or 6 തരികൾ ഇതേപോലെ ഉള്ള തരികൾ നമ്മൾ ഈ ചെടിയുടെ ചുറ്റും ഇട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഇതിൻ്റെ ഇടയിലൂടെ നമുക്ക് ഇട്ട് കൊടുക്കാം. അപ്പം നനയ്ക്കുന്ന അനുസരിച്ച് ഇത് സൊല്യൂബിളായിട്ട് നമ്മൾ ഈ ചെടിക്ക് ഇറങ്ങിക്കോളും. അപ്പോൾ നമുക്കിതാ ഇതേപോലെ കുറച്ച് 6 or 7 തരികൾ ഇതേപോലെ ഇട്ട് കൊടുത്താൽ മതി. അങ്ങനെ ഇടുമ്പോൾ തന്നെ നല്ല ഹെൽത്തി ആയിട്ട് പ്ലാന്റുകൾ വരും. അതേപോലെ തന്നെ നല്ല ഫ്ലവർ ആയിരിക്കും. നല്ല ഒരുപാട് ഫ്ലവർ. നമ്മൾ നഴ്സറികളിലൊക്കെ കൂടുതലായിട്ട് ഉപയോഗിക്കുന്ന ഒരു ഫെർട്ടിലൈസർ തന്നെയാണ് ഈ ഒരു DAP എന്ന് പറയുന്നത്. അപ്പോൾ ഇത് ഇടുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ കൂടുതലായി പോകാൻ പാടില്ല. കൂടുതലായി കഴിഞ്ഞാൽ ചെടികൾ പെട്ടെന്ന് നശിച്ചു പോകാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ 6 or 7 തരികൾ ഇതേപോലെയുള്ള പോട്ടുകളൊക്കെ ആണെങ്കിൽ 6 or 7 തരികൾ മതി. അത് മാത്രം ഇട്ട് കൊടുത്താൽ മതി. നനയ്ക്കുന്ന അനുസരിച്ച് ചെടികൾ ഈ ഒരു DAP ഒക്കെ നമ്മൾ ചെടികൾ പെട്ടെന്ന് വലിച്ചെടുക്കും. ഒരു 5 or 6 ദിവസം കൊണ്ട് തന്നെ വലിച്ചെടുത്ത് പിന്നെ ഒരു 10 or 15 ദിവസം കൊണ്ട് നമുക്ക് അതിൻ്റെ റിസൾട്ട് നന്നായിട്ട് കാണാൻ പറ്റുന്ന ഒരു വളമാണ് DAP എന്ന് പറയുന്നത്. DAP നമുക്ക് 2 വിധത്തിലുണ്ട്. പിന്നെ ഇത് നമുക്ക് വരുന്നത് ഒരു വൈറ്റ് ഷെയ്ഡാണ് വരുന്നത്, വൈറ്റും പിങ്കും ഒക്കെ. അതേപോലെ തന്നെ ഇതിൻ്റെ ഒരു ഗ്രേ കളർ ഉണ്ട്, 2 രീതിയിലുള്ളത്. അപ്പോൾ നിങ്ങൾ വീടുകളിലേക്കൊക്കെ മേടിക്കുകയാണെങ്കിൽ നമ്മൾ ഈ ഒരു കളർ മേടിക്കുന്നതാണ് നല്ലത്. കാരണം ഇതൊരു വാട്ടർ സൊല്യൂബിൾ ആണ്.
അപ്പോൾ നമ്മൾ മറ്റേ കളർ ഗ്രേ കളർ വരുന്നത് പിന്നെ നമ്മൾ ഈ പച്ചക്കറിക്ക് അതേപോലെ തന്നെ വാഴയ്ക്കൊക്കെ ഇട്ട് കൊടുക്കുന്ന ഒരു വെറൈറ്റിയാണ്. അത് വാട്ടർ സൊല്യൂബിൾ അല്ല. ഇത് നമുക്ക് വേണമെങ്കിൽ വെള്ളത്തിൽ കലക്കിയിട്ട് ചെടികൾക്ക് ഒഴിച്ചു കൊടുക്കാനൊക്കെ പറ്റും. അപ്പോൾ നമ്മൾ ഈ പ്രൂണിംഗ് ഒക്കെ ചെയ്ത് കഴിഞ്ഞാൽ ഈ ബൊഗൺവില്ല പോലുള്ള ചെടികളൊക്കെ പ്രൂണിങ് കഴിഞ്ഞാൽ ഇത് ഒരു 2-3 ഇലകൾ വന്നതിന് ശേഷം ഇത് അടിയിൽ ഇട്ട് കൊടുക്കുക അല്ലെങ്കിൽ വെള്ളത്തിൽ ലയിപ്പിച്ച് ഒഴിച്ചു കൊടുക്കുകയോ ചെയ്യുകയാണെങ്കിൽ നല്ലൊരു റിസൾട്ട് ആയിരിക്കും. നല്ല നിറച്ച് പൂക്കൾ വരാനുള്ള സാധ്യതയുണ്ട്. പിന്നെ അതേപോലെ നമ്മൾ അടുത്തത് വരുന്നത് ഇതാണ്, നമ്മുടെ ബാസാക്കോട്ട എന്ന് പറഞ്ഞിട്ടുള്ള ഫെർട്ടിലൈസറാണ് വരുന്നത്. അപ്പോൾ ഇത് നല്ല കോസ്റ്റ്ലി ആയിട്ടുള്ള അതേപോലെ തന്നെ നല്ല എഫക്റ്റീവ് ആയിട്ടുള്ള ഒരു വളമാണ് ബാസാക്കോട്ട. പിന്നെ നമുക്ക് ഈ ഒരു വളം ചെയ്യുകയാണെങ്കിൽ ഒരു 5-6 മാസത്തേക്ക് പിന്നെ വളത്തിൻ്റെ ഒരു ആവശ്യം വരുന്നില്ല ചെടികൾക്ക്. കാരണം സ്ലോ റിലീസിങ് ഫെർട്ടിലൈസർ നമ്മൾ ഇതിനെക്കുറിച്ച് ഒരു വീഡിയോ ഒക്കെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് വേണമെങ്കിൽ ഒന്ന് കയറി വെക്കാവുന്നതാണ്. സ്ലോ റിലീസിങ് ഫെർട്ടിലൈസറാണ്. അപ്പോൾ നമ്മളിതൊരു ചെടിക്ക് ഇട്ട് കൊടുക്കുകയാണെങ്കിൽ ഞാൻ ഇതിനൊക്കെ നമ്മൾ ഈ പുറത്തുനിന്ന് വരുന്ന ഓർക്കിഡ് ആണെങ്കിലും അതേപോലെ തന്നെ ഇങ്ങനത്തെ നമ്മളെ എല്ലാ ചെടികൾക്കും ഈ ഒരു വളം കാണാം. ഇതേപോലെ കുറച്ച് തരികളെടുത്ത് നമ്മൾ ഇതിനൊരു ചെറിയൊരു ഹോൾ ഉണ്ടാക്കുക. ഇതേപോലെ മണ്ണ് മാറ്റിയിട്ട് അതിലേക്ക് ഇട്ടാൽ മതി. ഇതേപോലെ ഇട്ട് നമ്മൾ ജസ്റ്റ് ഒന്ന് മൂടി കൊടുക്കുക. ചെടികൾ നനയ്ക്കുന്ന അനുസരിച്ച് ഇതിൻ്റെ ഉള്ളിലേക്ക് ഇറങ്ങിക്കോളും. അപ്പോൾ പയ്യാണ് ഫെർട്ടിലൈസർ റിലീസ് ചെയ്യുക. അപ്പോൾ ഒരു 4-5 മാസത്തേക്ക് നമുക്ക് ഇതേപോലെ പോട്ടിൽ വളർത്തുന്ന ചെടികൾക്കൊക്കെ ഏറ്റവും ബെറ്ററാണ് നമ്മൾ ഈ ഒരു ബാസാക്കോട്ട എന്ന് പറഞ്ഞ ഫെർട്ടിലൈസർ. അപ്പോൾ ഇത്തരം ഫെർട്ടിലൈസറാണ് നമ്മൾ കൂടുതലായിട്ടും നഴ്സറികളിൽ ഉപയോഗിക്കുന്നത്. അതേപോലെ തന്നെ നമ്മൾ സാഫ് ഇതിനു മുൻപ് കാണിച്ചതാണ്. സാഫ് നമ്മളെ ഈ ഒരു ഫംഗൽ ഡിസീസിനെ റെസിസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള സാഫ് എന്ന് പറഞ്ഞാൽ ഒരു 4 ഗ്രാം 1 ലിറ്റർ വെള്ളത്തിലാക്കിയിട്ട് ഇത് ഒഴിച്ചു കൊടുത്താൽ മതി. നമ്മളെ ഫംഗൽ ഡിസീസ് അല്ലെങ്കിൽ നമ്മൾ പോട്ടി മിക്സൊക്കെ മിക്സ് ചെയ്യുമ്പോൾ അതിൽ ഒരു ടീസ്പൂണൊക്കെ നമ്മൾ വിതറി കൊടുക്കുന്നത് അതിലുള്ള ഫംഗൽ ഡിസീസൊക്കെ നശിപ്പിച്ച് കളയാനുള്ള സാധ്യത ഉണ്ട്. അപ്പം പിന്നെ അതിന് എഫക്റ്റീവ് ആയിട്ടുള്ള ഒരു ഫെർട്ടിലൈസറാണ് സാഫ് എന്ന് പറയുന്നത്. ഇതൊരു ഗ്രീൻ കളർ അല്ലെങ്കിൽ ഒരു ബ്ലൂ ഗ്രീൻ ആയിട്ടുള്ള ഒരു കളറാണ് വരുന്നത്. ഞാൻ മുൻപൊരു വീഡിയോയിൽ അതിൻ്റെ കളർ മാറി പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു കളറിലാണ് വരുന്നത്. ഇത് നമുക്ക് ഒരു 4 ഗ്രാം 1 ലിറ്റർ വെള്ളത്തിൽ സൊല്യൂബിൾ ചെയ്തിട്ട് ചെടികൾക്ക് നമുക്ക് സ്പ്രേ ചെയ്ത് കൊടുക്കാനും പറ്റും. അതേപോലെ തന്നെ നമുക്ക് ഒഴിച്ചു കൊടുക്കാൻ പറ്റും. പിന്നെ അതോടുകൂടി തന്നെ നമുക്ക് പോട്ടി മിക്സ് ഒക്കെ തയ്യാറാക്കുമ്പോൾ അതിൽ മിക്സ് ചെയ്യാവുന്നതാണ്. അപ്പം ഒരു വിധത്തിൽ ഉള്ള ചെടികൾക്കുള്ള ചീച്ചലൊക്കെ മാറിക്കിട്ടാനുള്ള ഒരു ഏറ്റവും എഫക്റ്റീവ് ആയിട്ടുള്ള മരുന്ന് തന്നെയാണ് ഈ ഒരു സാഫ് എന്ന് പറയുന്നത്. അപ്പോൾ ഇതൊക്കെ നമുക്ക് നഴ്സറികളിലോ അല്ലെങ്കിൽ നമുക്കൊക്കെ വീടുകളിലൊക്കെ ഉപയോഗിക്കാൻ പറ്റുന്നതാണ്. അപ്പോൾ നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങൾ ഇതേപോലെ പോട്ടിൽ ചെടികൾ വളർത്തുന്നുണ്ടെങ്കിൽ ഇലച്ചെടികളൊക്കെ ആണെങ്കിൽ നമുക്ക് ഏറ്റവും നല്ലത് ഇതേപോലെയുള്ള ബാസാക്കോട്ട അല്ലെങ്കിൽ ഓൺ-19 നമുക്ക് ഇട്ട് കൊടുക്കുക അല്ലെങ്കിൽ സ്പ്രേ ചെയ്ത് കൊടുക്കാം. അല്ലാതെ നമുക്ക് ഫ്ലവറിങ് പ്ലാന്റ്സ് ആണെങ്കിൽ ഇതേപോലെ ഫ്ലവർ വരുന്ന പ്ലാന്റ്സ് ആണെങ്കിൽ നമുക്ക് DAP അല്ലെങ്കിൽ 13-40-13 ഒക്കെ ഇട്ട് കൊടുക്കാനും തളിച്ചു കൊടുക്കാനൊക്കെ പറ്റുന്ന വളങ്ങളാണ്. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ, ഈ ഓൺ-19 അടിച്ചു കൊടുക്കുമ്പം ഫ്ലവർ ഉള്ള ചെടികൾക്ക് നമ്മളിത് സ്പ്രേ ചെയ്യരുത്. ഈ പ്രത്യേകിച്ച് ഓൺ-19 നമ്മൾ ഇതേപോലെ ഫ്ലവർ ഉള്ള ചെടികൾക്ക് നമ്മൾ സ്പ്രേ ചെയ്ത് കഴിഞ്ഞാൽ ഈ ഫ്ലവേഴ്സ് ചീഞ്ഞു പോകാൻ നശിച്ചു പോകാനുള്ള സാധ്യത ഉണ്ട്. അപ്പോൾ നമ്മൾ ഇതേപോലെ നല്ല ഗ്രോത്ത് ആയിരിക്കുന്ന ചെടികൾക്ക് അടിച്ചു കൊടുക്കുകയാണെങ്കിലാണ് പെട്ടെന്ന് നല്ല ഫ്ലവറും കാര്യങ്ങളൊക്കെ വരാനുള്ള സാധ്യത. അപ്പോൾ ഈ ഒരു കാര്യം നിങ്ങൾ ശ്രദ്ധിക്കുക. ചെടികൾക്ക് ഫ്ലവറുള്ള ചെടികൾക്ക് ഇട്ട് കൊടുക്കുമ്പോൾ ഒന്ന് ശ്രദ്ധിക്കുക. അപ്പോൾ നമ്മളിതാ ഇതേപോലെ നല്ല ഫ്ലവറായിട്ട് നിൽക്കുന്ന ഈ പ്ലാന്റുകൾക്കൊക്കെ DAP ഒക്കെ ഇട്ട് കൊടുത്തിട്ടാണ് ഈ ഒരു ഹെൽത്ത് വരുന്നത്. അതേപോലെ തന്നെ കുറേ കാലം നമുക്ക് ഈ ഒരു DAP അല്ലെങ്കിൽ മറ്റുള്ള വളങ്ങൾ, ഈ വളങ്ങളൊക്കെ നമുക്ക് നല്ല എയർ കിടക്കാത്ത ബോക്സുകളിലാണെങ്കിൽ നന്നായിട്ട് അത് അടച്ചു വെച്ചാൽ മതി. ഒരുപാട് കാലം നാശാവാതിരിക്കും. അല്ലെങ്കിൽ എയർ ടൈറ്റ് ആയിട്ടുള്ള പൗച്ചുകളാണെങ്കിൽ അതിലിട്ട് വെച്ചാലും മതി. നമുക്കിത് ഈ ഒരു അഗ്ലോണിമ കണ്ടില്ല, നല്ല എല്ലാ സൈഡിലേക്കും നല്ല അടിപൊളിയായിട്ട് വന്നിരിക്കുന്നത്, നല്ല ഹെൽത്തി ആയിട്ട് നിൽക്കുന്നത്. അപ്പോൾ അതിനൊക്കെ നമ്മൾ ഇതേപോലെ ഈ ബാസാക്കോട്ടയ്ക്കാണ് നമ്മൾ ഇട്ട് കൊടുക്കുന്നത്. ഇതിൻ്റെ അടിയിൽ ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഇത്ര പോകുന്ന ഒരു വലിയ ചെടിയാണെങ്കിൽ പോലും ഇത്രയും തരികളാണ് നമുക്ക് ആവശ്യമായിട്ടുള്ളത്. അതൊന്ന് മണ്ണിലേക്ക് ഇറക്കി ഇട്ട് കൊടുക്കുകയാണെങ്കിൽ നമ്മളൊരു ചെറിയ ഇതേപോലെ ഇട്ടിട്ട് ജസ്റ്റ് ഒന്ന് മൂടി കൊടുത്താൽ മതി. അത് നിങ്ങൾ DAP ആണെങ്കിലും അതേപോലെ തന്നെ നമ്മൾ ഫ്ലവറിങ് പ്ലാന്റ്സിനൊക്കെ DAP ഇട്ട് കൊടുക്കുമ്പോഴും നേരത്തെ കണ്ട പോലെ നമ്മൾ അതിൻ്റെ സൈഡിലൂടെ ഇട്ടിട്ട് എണ്ണം കൂടി പോകാൻ പാടില്ല. നമ്മൾ കൂടുതൽ നന്നായി വളരട്ടെ അല്ലെങ്കിൽ നന്നായി ഫ്ലവർ ചെയ്യട്ടെ വിചാരിച്ചിട്ട് കൂടുതലൊന്നും ഈ വളങ്ങൾ ഉപയോഗിക്കരുത്. നമ്മളൊരു ലിമിറ്റായിട്ടുള്ള രീതിയിൽ ഉപയോഗിക്കുന്നതാണ് നല്ലത്. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഓൺ-19 നമ്മൾ സ്പ്രേ ചെയ്ത് കൊടുക്കുന്നത് ചെടികൾക്കൊക്കെ, നമ്മൾ ഇലച്ചെടികളാണെങ്കിലും എല്ലാത്തിനും ഓൺ-19 സ്പ്രേ ചെയ്ത് കൊടുക്കാറുണ്ട്. അപ്പോൾ ഇതിപ്പോൾ ഞാനൊരു 2 ലിറ്ററിൻ്റെ ഒരു ഇതെടുത്തിട്ടുണ്ട്, സ്പ്രയർ എടുത്തിട്ടുണ്ട്. അപ്പോൾ അതിലേക്ക് ഇതാ ഈ ഒരു ഓൺ-19 കണ്ടില്ലേ, ഇതാണ് നമ്മൾ ഇതിലേക്ക് മിക്സ് ചെയ്യുന്നത്. ഞാനൊന്ന് ജസ്റ്റ് സ്പ്രേ ചെയ്യുന്നത് നിങ്ങൾക്ക് കാണിച്ചു തരാം. അതൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്യുക. ഞാനിതൊന്ന് ഇതിലിട്ട് ഷെയ്ക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ നമ്മളിതാ ഇതേപോലുള്ള ഇലച്ചെടികളൊക്കെ ആണെങ്കിൽ അതിലേക്കൊന്ന് നന്നായിട്ട് സ്പ്രേ ചെയ്ത് കൊടുക്കുക. ഇലയ്ക്ക് നന്നായിട്ട് കിട്ടുന്ന രീതിയിൽ ഇതേപോലെ സ്പ്രേ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ നല്ല ഹെൽത്തി ആയിട്ട് വളരും. എല്ലാ ചെടികൾക്കും നമുക്കിത് സ്പ്രേ ചെയ്യാവുന്നതാണ്.
ഇതേപോലുള്ള ചെടികൾക്കൊക്കെ നമുക്ക് സ്പ്രേ ചെയ്യാം. അപ്പോൾ ഇതേപോലുള്ള കലേഡി ആണെങ്കിലും ഏത് ചെടികളാണെങ്കിലും നമുക്കിതൊക്കെ അത് നമ്മുടെ ഫേണാണ്. ഇതിനൊക്കെ നമുക്ക് ഈ ഒരു 119 ഇതേപോലെ സ്പ്രേ ചെയ്ത് കൊടുക്കാവുന്നതാണ്. അപ്പോൾ ഇതൊക്കെ ഇടാവുന്നതാണ്. അപ്പോൾ നമ്മൾ ഉപയോഗിക്കുന്ന വളങ്ങൾ നിങ്ങൾക്ക് കാണിച്ചു തന്നേ ഉള്ളൂ. നമ്മൾ ഉപയോഗിക്കുന്ന മെത്തേഡാണ് നിങ്ങൾക്ക് പറഞ്ഞു തന്നത്. അപ്പോൾ കൂടുതലായിട്ട് നിങ്ങൾക്ക് അറിയുന്ന കാര്യങ്ങളൊക്കെ നമുക്ക് കമൻറ്റായിട്ട് നമ്മുടെ കമൻറ്റ് ബോക്സിൽ ഇടുക. അതേപോലെ തന്നെ ഇതേപോലെ ഒരു കിഡിലൻ വീഡിയോ അല്ലെങ്കിൽ മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. അപ്പോൾ നമുക്ക് ഇതേപോലെ ഒരു കിഡിലൻ വീഡിയോ ആയിട്ട് കാണാം. മറ്റൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ ബൈ.